ആർ ശ്രീലേഖയാണ് ഇപ്പോൾ ശിവൻകുട്ടിയുടെയും AKG സെൻറ്ററിലെയും KPCC ആഫീസിലെയും ചർച്ചാ വിഷയം. സന്തോഷമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ ഓരോരുത്തർക്ക് വിഭ്രാന്തി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമല്ലേ. അപ്പോൾ അതൊക്കെ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആർ ശ്രീലേഖ മത്സരിക്കുന്നത് വികസിത അനന്തപുരിക്ക് വേണ്ടിയാണ്. അനന്തപുരിയെ ഒരു ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നഗരമാക്കി മാറ്റുക, ഇന്ത്യയിലെ നമ്പർ 1 നഗരമാക്കി മാറ്റുക. അതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ഏറ്റവും പ്രബലന്മാരായിട്ടുള്ള ഒരു ടീമിനെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത്. ആ ലക്ഷ്യവുമായിട്ടാണ് ശ്രീമതി ആർ ശ്രീലേഖ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് വലിയൊരു ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ ഒരു വലിയ ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു. അതിൻ്റെ അങ്കലാപ്പ് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഉണ്ടായാൽ ഉത്തരവാദി ഞങ്ങളല്ലല്ലോ. ഞങ്ങൾ ജയിച്ചു വരുന്ന കൗൺസിലർമാരെ ആരെ വേണമെങ്കിലും മേയറാക്കും. അത് ശ്രീലേഖ മേഡവും പാർട്ടിയായിട്ട് തീരുമാനിച്ചപ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം വൈസ് പ്രസിഡന്റാണ്, പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്. അത് ഞങ്ങളുടെ ഉള്ളിലുള്ള വിഷയമല്ലേ, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. പ്രശാന്തിന്റെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം ഡിസംബർ 13 ശേഷം ഞങ്ങൾ പറയും. വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇന്നലെയും മെരിഞ്ഞാന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തു. ആര് നടത്തി? അല്ല, ആര് നടത്തി? ആരാ സ്ഥാനാർത്ഥി? ആരാ? ഏത് വാർഡിലാ? അല്ല, VDJS ആരെ പ്രഖ്യാപിച്ചു? ഏത് വാർഡിൽ പ്രഖ്യാപിച്ചു? ആര് പ്രഖ്യാപിച്ചു? അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഇതൊക്കെ നിങ്ങൾ സൃഷ്ടിച്ച വാർത്തയല്ലേ. അത് ഞങ്ങൾ ഇന്നുകൊണ്ട് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റും പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ ഉപേക്ഷി ചർച്ചയും NDA ഘടകകക്ഷികളുടെ ചർച്ചയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നുകൊണ്ട് അടുത്ത ലിസ്റ്റ് വരുന്നതോടുകൂടി നിങ്ങളുടെ ഈ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടും.